ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു, ഉഴുന്നൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും കുറേശ്ശെ മാത്രം എടുത്ത് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒത്തിരി കൂടി പോകരുത്, കാരണം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും, ലൂസായി പോവും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ മുഴുവൻ അരച്ചിട്ട് ടോട്ടൽ എന്തോരം വെള്ളം ആവശ്യം വന്നെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഉഴുന്നുവടയുടെ മാവിന് വേണ്ടത്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അത് കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ പൊങ്ങി കിടക്കണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ മുഴുവൻ ഉഴുന്നും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ടോട്ടൽ ഇത് അരച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ വളരെ കുറേശ്ശെ മാത്രം നമ്മൾ മാവ് അരച്ചെടുക്കാൻ നോക്കുക, ഉഴുന്ന് അരച്ചെടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും അരഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്കിനി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 3 മണിക്കൂറിന് ശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവൂ. ഞാനിപ്പോൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് മാവിലേക്ക് ഒരു 4 പച്ചമുളക്, വളരെ ചെറിയ ഒരു പീസ് ഇഞ്ചി വളരെ ചെറിയതാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, ഒരു മീഡിയം പാകത്തിലുള്ള സവാള. ഇത് സവാള അല്ലെങ്കിൽ ഒരു 5-6 ചുവന്നുള്ളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നീട് ഒത്തിരി നേരം മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത്. അത് പെട്ടെന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങി മാവ് കുറച്ച് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കുന്നതിന് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ രണ്ടും വെള്ളത്തിൽ നനച്ചിട്ട് കുറച്ച് മാവ് ഒരു കൈയിൽ നിന്നും മറ്റു കൈയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കൈ നനച്ച് ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം പതിയെ ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും തീ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഉഴുന്നുവടയാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പതിയെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൈ നനച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മാവ് കയ്യിൽ നിന്നും എണ്ണയിലോട്ട് വീഴും കേട്ടോ. പതിയെ കുറച്ച് താഴ്ത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കയ്യിലേക്ക് എണ്ണയൊന്നും തെറിക്കാതെ തന്നെ നമുക്ക് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പുറമേ നല്ല ക്രിസ്പിയായി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉഴുന്നുവട എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയൊന്നും ഇനി ശരിയാവാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, പുറമേ നല്ല ക്രിസ്പി കോട്ടിങ്ങും ഉള്ളിൽ നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഉഴുന്നുവട പോലെയല്ല, വളരെ ടേസ്റ്റിയാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.